ഇന്ന് ലീഡർഷിപ്പ് റോളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. First of all, I place a hearty congratulations for all the leaders who have come across here and who have taken the oath in allegiance of the school. The badges that you wear today is not just an ornament, but it's a responsibility that is being given to you, and you should always strive to be excellent in all the areas wherever you work in, as all the students who have gathered here will be looking upon to you. And you should also be honest in your activities. You should be also an approachable leader. You should be a patient listener and should be compassionate to hear from your fellow classmates, teachers and their parents. All the best wishes. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എനിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ സമയത്തിന്റെ ഒരു ലഭ്യത കുറവ് മൂലം എനിക്ക് ഇപ്പോൾ അധികം സംസാരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സെലക്ട് ചെയ്ത നിങ്ങളുടെ ലീഡേഴ്സ് നിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഹൗ ഡിസിപ്ലിൻഡ് യുവർ സ്കൂൾ ഈസ് എന്നുള്ള ഫസ്റ്റ് പോയിന്റാണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടൈം എഫേർട്ട്. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളിവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ ഗ്രൂം ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ടാണ് ആക്ച്വലി ഇന്ന് ഇവിടെ കണ്ട ഒരു ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ്സ് എ ടീം വർക്ക് ഓൾസോ. ഇപ്പോൾ ഇവിടെ കമന്റേറ്ററി പറയുന്ന കുട്ടി മുതൽ ഇതിനു വേണ്ടി അവിടെ മൈക്ക് സെറ്റ് ചെയ്യുന്ന ആൾ മുതൽ അവിടെ ഡ്രം അടിക്കുന്ന കുട്ടി മുതൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും യു ഹാവ് ബീൻ പ്രാക്ടീസിങ് ദിസ് ഫോർ എ ലോങ് വേ ടു മേക്ക് ദിസ് ഇവന്റ് മോർ മെമ്മറബിൾ ആൻഡ് എക്സലന്റ്. അപ്പൊ ആ ഒരു എഫേർട്ട് നിങ്ങൾ ഇന്ന് ഈ ഫംഗ്ഷൻ ഇടുന്നുണ്ട്. സെയിം ഗോസ് വിത്ത് യുവർ ലൈഫ് ഓൾസോ. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഏത് തരത്തിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു പരിശ്രമം ഇടാനായിട്ട് ശ്രമിക്കുന്നത്, അതിൻ്റെ എൻഡ് റിസൾട്ടാണ് എല്ലാവർക്കും കിട്ടുന്ന സക്സസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു മാസം നന്നായിട്ട് പഠിച്ച് അടുത്ത മാസം കളിച്ച് നടന്നിട്ടല്ല, മറിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് എൻ്റെ ശ്രമങ്ങൾ തുടർന്നത് കൊണ്ടാണ്. അത് 24 hours പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടുമല്ല, എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഡിസിപ്ലിനോട് കൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സക്സസ് നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുക്കാൻ വരും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നിങ്ങളിൽ ഇൻസ്റ്റിൽ ചെയ്യാനായിട്ട് ഈ സ്കൂളിന് സാധിച്ചു എന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. മുകളിൽ കുട്ടികൾ 2 നിലകളിലായിട്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് എ പിൻ ഡ്രോപ്പ് സൈലൻസ്. ആരും പരസ്പരം ഇതിനിടയിൽ സംസാരിക്കുകയോ ഒന്നും ഞാൻ കണ്ടില്ല. അത് വളരെ യുണീക്ക് ആയിട്ടുള്ള കാര്യമാണ്.